മിഷൻ യൂണികോമിന്റെ രണ്ടാമത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയ്ക്കായിട്ടുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്സ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പരിശീലിച്ചുകൊണ്ട് പഠിക്കാനായിട്ട് പോവുകയാണ്. സോ ആദ്യത്തെ സെക്ഷനിൽ നമ്മൾ ബംഗാൾ വിഭജനത്തെ പറ്റിയിട്ടായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അതെല്ലാവരും നല്ലതുപോലെ പഠിച്ചു കാണുമെന്ന് കരുതുന്നു. ഇനി ആദ്യത്തെ പാർട്ട് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിനകത്ത് മിഷൻ യൂണികോം എന്ന് പറയുന്ന ഒരു സീരീസ് ഉണ്ട്. സോ അതിൽ നിങ്ങൾക്ക് ഓരോ പാർട്ടുകളായിട്ട് കണ്ടു വരാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്നറിയാമോ? നമ്മുടെ ഇന്ത്യൻ ജോഗ്രഫി അല്ല, വേൾഡ് ജോഗ്രഫിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. സോ അറ്റ്മോസ്ഫിയറുമായിട്ട് ബന്ധപ്പെട്ട PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് ആ ടോപ്പിക്കിന്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് പഠിച്ചും പോകാം. റെഡി ആണല്ലോ? ഓക്കെ ആണല്ലോ? സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ചോദ്യം ഇതാണ്: അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നോക്കൂ, തെർമോമീറ്റർ, ബാരോമീറ്റർ, അനിമോമീറ്റർ, ഹൈഗ്രോമീറ്റർ. എന്താണ് യൂസ് ചെയ്യുന്നത്? ഏത് യൂസ് ചെയ്തുകൊണ്ടാണ് അറ്റ്മോസ്ഫെറിക് പ്രഷർ അളക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഉത്തരം എന്താണ്? അത് ബാരോമീറ്റർ ആണ്. കണ്ടോ, ബാരോമീറ്റർ യൂസ് ചെയ്തുകൊണ്ടാണ് എന്തളക്കുന്നത്? അന്തരീക്ഷ മർദ്ദം അളക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ അന്തരീക്ഷ മർദ്ദം അളക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? ബാരോമീറ്റർ ആണ്. എന്താണ്? ബാരോമീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ ദാ അടുത്ത ചോദ്യം നോക്കിക്കേ. ട്രോപ്പോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ഓക്സിജൻ, ഹൈഡ്രജൻ, ഓസോൺ, നൈട്രജൻ. രണ്ടാമത്തെ ചോദ്യം: അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏതാണ്? ഓപ്ഷൻസ് നോക്കൂ. ഓക്സിജൻ, ആർഗൺ, നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, ഇവിടെ ചോദിച്ചിട്ടുള്ളത് ട്രോപ്പോസ്ഫിയറിന്റെ കാര്യമാണ്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് അന്തരീക്ഷത്തിന്റെ കാര്യമാണ്. നമുക്കറിയാം അന്തരീക്ഷ പാളികളിൽ ഏറ്റവും താഴെയുള്ള പാളിയാണ് ഏത്? ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത് അല്ലേ? അപ്പോ ആ ട്രോപ്പോസ്ഫിയറുമായിട്ട് ബന്ധപ്പെട്ടും അന്തരീക്ഷം എന്നുള്ള രണ്ട് പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. സോ ഇതിന് ഉത്തരം എന്താണ്? ഇതിനെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരാൾ ഓടിപ്പോയിട്ട് ഓപ്ഷൻ എ ഓക്സിജൻ ആണെന്ന് പറയും അല്ലെ? പക്ഷേ യഥാർത്ഥത്തിൽ നമുക്കിവിടെ ഒരു ടേബിൾ പഠിക്കാനായിട്ടുണ്ട്. കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുക. ആ ടേബിൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചേ പറ്റുള്ളൂ. കുറച്ച് സമയം എടുക്കുന്ന ഒരു പ്രോസസ് ആണെങ്കിൽ പോലും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്നൊക്കെ ഓരോ മാർക്ക് നമുക്ക് നേടിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോ ഇതിന് ഉത്തരം ഞാൻ പറയട്ടെ. എന്താണ് ഉത്തരം വരുന്നത്? നോക്കൂ, ട്രോപ്പോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏതെന്ന് ചോദിച്ചാൽ വേറെ ഒന്നുമല്ല, അത് നൈട്രജൻ ആണ് കേട്ടോ. ഒന്ന് പറഞ്ഞേ, നൈട്രജൻ ആണ് ട്രോപ്പോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ചോദിച്ചാലും നൈട്രജൻ ആണ്. ഇത് എവിടെ നിന്ന് കിട്ടിയെന്നറിയാമോ? എവിടെ നിന്നാണ്? അതിന് മുമ്പായിട്ട് അത് ബേസ് ചെയ്ത് ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യം കൂടി നോക്കിക്കേ. അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന വിവിധ വാതകങ്ങളിൽ മൂന്നാം സ്ഥാനത്തും അതുപോലെ തന്നെ നാലാം സ്ഥാനത്തും വരുന്ന വാതകങ്ങൾ ഏതെല്ലാം? കണ്ടോ, ആ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ആ ഒരു ബോക്സിൽ നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. നോക്കൂ, അവിടെ മൂന്നാം സ്ഥാനത്തും നാലാം സ്ഥാനത്തും, നേരത്തെ ഒന്നാം സ്ഥാനത്തുള്ളതായിരുന്നു ചോദ്യമെങ്കിൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് മൂന്നാം സ്ഥാനത്തും നാലാം സ്ഥാനത്തുമുള്ള വാതകങ്ങൾ ഏതെല്ലാം എന്നാണ്. നോക്കിക്കേ, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, നിയോൺ ഉണ്ട്, ഓസോൺ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, നിയോൺ ഉണ്ട്, ഹീലിയം ഉണ്ട്, ആർഗൺ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? പഠിച്ചിട്ടുള്ളവർക്കൊക്കെ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. അതെന്താണ്? ഓപ്ഷൻ ഡി ആണ്. ആർഗണും കാർബൺ ഡൈ ഓക്സൈഡുമാണ്. ആർഗൺ മൂന്നാം സ്ഥാനത്തും കാർബൺ ഡൈ ഓക്സൈഡ് നാലാം സ്ഥാനത്തുമാണ് വരുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി ഈ ടോപ്പിക് ഒന്നും അറിഞ്ഞുകൂടാത്തവർ ഇങ്ങനെ അന്തം വിട്ടിരിക്കുന്നുണ്ടാവും. അയ്യോ, ഇതെന്താ സംഭവം, ഇത് എവിടെ പഠിച്ചതാണ്, ഇത് എവിടെ വരുന്നതാണ് എന്നുള്ള രീതിയിൽ. അപ്പോൾ അവിടെ നമുക്ക് കൃത്യമായിട്ട് ഇത്രയും ചോദ്യങ്ങൾക്ക് നമുക്ക് കൃത്യമായിട്ട് ആൻസർ പറയണമെങ്കിൽ എന്ത് പഠിക്കണം? ഈ ഒരു ടേബിൾ പഠിക്കണം കേട്ടോ. അവിടെ SCERT ബേസ് ചെയ്തുകൊണ്ട് ഉള്ള ഒരു ടേബിൾ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് പഠിച്ചു വെച്ചേ പറ്റുള്ളൂ. ഇതിന്റെ വാല്യൂസ് വരെ നമ്മൾ കാണാപ്പാഠം പഠിച്ചു വെച്ചിരിക്കണം. ഒരു 10 തവണ എഴുതി വെച്ചോ. 10 തവണ എഴുതി പഠിച്ചാലും നമുക്ക് ഒരു നഷ്ടവും ഇല്ല. ആ ഒരു മാർക്ക് നമുക്ക് കിട്ടും. ഓക്കെ, അത് നമ്മുടെ കയ്യിൽ സേഫ് ആയിട്ടിരിക്കും കേട്ടോ. അപ്പൊ അതാ നോക്കിക്കേ, നമ്മുടെ അന്തരീക്ഷത്തിലുള്ള വാതകങ്ങളും അതിന്റെ ആ ഒരു ശതമാനവുമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്കൊന്ന് പഠിക്കാം. കുറച്ച് സമയം ഒന്ന് ശ്രദ്ധിച്ചിരിക്കണേ, എന്റെ കൂടെ അങ്ങ് പഠിച്ചു വരണേ. ദാ നൈട്രജൻ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് നമുക്കറിയാം, നൈട്രജൻ ആണ്. എത്ര ശതമാനമാണെന്ന് അറിയാമോ? നോക്കിക്കേ,
78.08%. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മുടെ അന്തരീക്ഷത്തിൽ നമ്മൾ ഇങ്ങനെ നിൽക്കുകയാണ്, നമ്മുടെ അന്തരീക്ഷം ചുറ്റിനും നിപ്പോണ്ട്. ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് നമ്മൾ പറയും അത് ഓക്സിജൻ ആണ്, കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്നൊക്കെ പറയും. പക്ഷെ അല്ല, സത്യം എന്താണ്? നൈട്രജൻ ആണ് കേട്ടോ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ളത് എന്താണ്? നൈട്രജൻ ആണ്. എത്ര ശതമാനമാണെന്ന് പറഞ്ഞേ? 78.08 ആണ്. 78.08%. 78.8 എന്ന് പറയല്ലേ, 78.08. ഈ വാല്യൂ പക്ക കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചേ പറ്റുള്ളൂ. ഒരു പോയിന്റ് പോലും നമുക്ക് മാറിപ്പോവാൻ പാടില്ല കേട്ടോ. അതൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നൈട്രജൻ ആണ് ഏറ്റവും കൂടുതൽ ഉള്ളതെന്ന് കിട്ടി. രണ്ടാം സ്ഥാനത്താണ് ആര് വരുന്നത്? നമ്മുടെ ഓക്സിജൻ വരുന്നത്. ഓക്സിജന്റെ അളവൊന്ന് നോക്കിക്കേ, 20.95 ആണ്. ഒരു പരീക്ഷയ്ക്ക് 21% എന്ന് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ 20.95 റൗണ്ട് ചെയ്താണ് അവർ എന്ത് ചെയ്തത്? 21 കൊടുത്തിരുന്നത്. പക്ഷെ 21 പഠിച്ചിട്ട് പോകണ്ട, നമുക്ക് കൃത്യമായിട്ടുള്ള വാല്യൂ തന്നെ പഠിച്ചിട്ട് പോയാൽ മതി കേട്ടോ. അപ്പൊ ഓക്സിജന്റെ അളവ് എത്രയെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും 20.95 ആണ്. എത്രയാണ്? 20.95 ആണ്. മനസ്സിലായോ? അപ്പൊ നൈട്രജന്റെ അളവ് 78.08, ഓക്സിജന്റെ അളവ് 20.95. ഇനി ആർഗണിന്റെ അളവൊന്ന് നോക്കിക്കേ. ആർഗൺ ആണ് മൂന്നാം സ്ഥാനത്ത്. ഇത് നമുക്ക് എങ്ങനെ ഓർത്ത് വെച്ചിരിക്കാം? നോ AC ഓൺ. ഓക്കെ, നോ AC ഓൺ എന്ന് ഓർത്ത് വെച്ചിരിക്കാം. ഓക്കെ, നോ എന്ന് പറഞ്ഞാൽ N എന്താണ്? നൈട്രജൻ ആണ്. O എന്താണ്? ഓക്സിജൻ ആണ്. മൂന്നാം സ്ഥാനത്തുള്ളവൻ ആരാണ്? ആർഗൺ ആണ്. ആർഗണിന്റെ അളവൊന്ന് പഠിച്ചേ. 0.93% ആണ്. എത്രയാണ് ആർഗണിന്റെ അളവെന്ന് പറഞ്ഞേ? 0.93. 93% എന്തിന്റെ അളവെന്ന് പറയുന്നത്? ആർഗണിന്റെ അളവെന്ന് പറയുന്നത്. ഇനി നോക്കൂ, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് എത്രയാണ്? 0.037 ആണ്. കണ്ടോ, 0 ആയി. 0.0 ആയി. കാർബൺ ഡൈ ഓക്സൈഡ് എത്തുമ്പോഴത്തേക്കും ഇവിടെ 0.93 ആയിരുന്നു. ഓൾമോസ്റ്റ് ഒന്ന് അടുപ്പിച്ച് എവിടെ ഉണ്ടായിരുന്നു? ആർഗൺ ഉണ്ടായിരുന്നു എങ്കിൽ ബാക്കി എല്ലാം പോയിന്റ് സംതിങ് ആണ് കേട്ടോ. അപ്പോ 0.037 ആണ് എന്തിന്റെ അളവ്? കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ്. നിങ്ങൾ വിചാരിക്കും ഇതെല്ലാം കാണാപ്പാഠം പഠിക്കണമെന്നുള്ളത്? പഠിച്ചേ പറ്റത്തുള്ളൂ. ഓസോണിന്റെ അളവൊക്കെ ചോദിച്ചിട്ടുണ്ട്. അവർ 0.1, 0.01, 0.001 ഇങ്ങനെ ഇട്ട് ചോദിക്കുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ ആകും. അതുകൊണ്ട് ഇത് നല്ല വൃത്തിയായിട്ട് പഠിച്ചിട്ട് പോയേ പറ്റത്തുള്ളൂ. പഠിച്ചിട്ടില്ല എങ്കിൽ വാല്യൂസ് ആണ് നിങ്ങളുടെ മുന്നിൽ ചോദ്യമായിട്ട് വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ഇരുന്ന് നിങ്ങൾ എന്നെ ഓർക്കും കേട്ടോ. ഓർത്തിരിക്കുക. എന്താണ്? കറക്റ്റ് വാല്യൂസ് എഴുതി പഠിക്കുക, കാണാപ്പാഠം പഠിക്കുക കേട്ടോ. കാണുന്ന എവിടെയെങ്കിലും പഠിക്കുന്ന എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കുക. അപ്പൊ നമ്മൾ കണ്ട് വരുമ്പോഴത്തേക്കും അതങ്ങ് പരിചിതമായിക്കോളും. ഓക്കെ, അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിന്റെ വാല്യൂ എത്രയാണ്? 0.037 ആണ്. ദെൻ ഓസോണിന്റെ അളവ് 0.01 ആണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഇവിടെ നോ ആണ്. ഓക്കെ, നോ AC ആണ്. AC എന്ന് പറയുമ്പോൾ A എന്താണ്? ആർഗൺ ആണ്. C എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കേട്ടോ. മാറിപ്പോവല്ലേ. A എന്താണ്? ആർഗൺ ആണ്. C എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പൊ മൂന്നാം സ്ഥാനത്തുള്ളത് ആർഗണും നാലാം സ്ഥാനത്തുള്ളത് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇനി അടുത്ത എന്താണ്? ഓൺ എന്നാണ് പറയുന്നത്. ഓൺ എന്ന് പറഞ്ഞാൽ ഓസോൺ ആണ്. N എന്താണ്? നിയോൺ ആണ് കേട്ടോ. അപ്പൊ ഓസോണിന്റെ അളവ് 0.01% ആണെങ്കിൽ നിയോണിന്റെ അളവ് എത്രയാണ്? 0.002% ആണ്. ഒന്ന് പറഞ്ഞേ, നിയോണിന്റെ അളവെന്ന് പറഞ്ഞേ. 0.2 ആണോ? അല്ല. 0.02 ആണോ? അല്ല. 0.002 ആണ്. ഓക്കെ, 0.002 ആണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. മനസ്സിലായോ? അപ്പൊ ഓസോൺ ആണെങ്കിൽ 0.01 ആണ്. ഓക്കെ, നിയോൺ ആണെങ്കിൽ 0.02 അല്ല കേട്ടോ, 0.002 ആണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇനി ഹീലിയത്തിന്റെ അളവെന്ന് പറഞ്ഞേ. ഹീലിയത്തിന്റെ അളവ് വരുന്നത് 0.30 പറയണം. ഓക്കെ, ഹീലിയത്തിനകത്ത് 3 0 ഉണ്ട്. 0.0005 ആണ്. ഓക്കെ, ഹീലിയത്തിന്റെ അളവെന്ന് പറഞ്ഞേ 0.0005 ആണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇനി ക്രിപ്റ്റൺ ഉണ്ട്. ക്രിപ്റ്റൺ HK ആണ്. HK. ഓക്കെ, HK. ക്രിപ്റ്റൺ ഉണ്ട്, ഹീലിയം ഉണ്ട്, ക്രിപ്റ്റൺ ഉണ്ട്. ക്രിപ്റ്റന്റെ അളവെന്ന് പറയുന്നത് 0.0001 ആണ് കേട്ടോ. 0.0001 ആണ് ക്രിപ്റ്റന്റെ അളവ്. അതുപോലെ തന്നെ ഹൈഡ്രജൻ ഉണ്ട്. ഹൈഡ്രജൻ ഇവിടെ കിടക്കുകയാണ് കേട്ടോ. ഹൈഡ്രജന്റെ അളവെന്ന് പറയുന്നത് 4 0 പറയണം. ഓക്കെ, 5ന്റെ മുമ്പായിട്ട് എത്ര പറയണം? 4 0 പറയണം. അപ്പോൾ 0.00005 ആണ് എന്തിന്റെ അളവ്?
ഹൈഡ്രജന്റെ അളവ്. ആൻഡ് സെനോണിന്റെ അളവ് എത്രയാണ്? സെനോണിന്റെ അളവ് HX എന്താണ്? സെനോണിന്റെ അളവ് എത്രയാണ്? 4 പൂജ്യവും 9 പറയണം. 0.00009 ആണ് എന്തിന്റെ അളവെന്ന് പറയുന്നത്? സെനോണിന്റെ അളവെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോ AC ഓൺ HK. എന്താണ്? നോ AC ഓൺ HK എന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, അതിനുശേഷം ഹൈഡ്രജനും സെനോണും ഉണ്ടെന്ന് കൂടി മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇത് നിങ്ങൾ സമയമെടുത്ത് എഴുതി തന്നെ പഠിക്കുക. ഓക്കെ, ഇനി എങ്ങനെയെങ്കിൽ അടുത്ത ഈ ഒരു അന്തരീക്ഷം എന്നുള്ള ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിക്കുന്ന അടുത്തൊരു പാറ്റേൺ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ശ്രദ്ധിച്ചിരിക്കുക. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സീക്വൻസിംഗ് ഈസ് കറക്റ്റ് അക്കോർഡിംഗ് ടു ദ ലെയേഴ്സ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ? അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സുമായി ബന്ധപ്പെട്ട കറക്റ്റ് സീക്വൻസ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നോക്കൂ, നമുക്കറിയാം അറ്റ്മോസ്ഫിയറിനെ എന്ത് ചെയ്തിട്ടുണ്ട്? ഓരോരോ ലെയേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ കറക്റ്റ് ഓർഡർ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ചോദ്യം വന്നാൽ നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യും? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മൾ ആദ്യം ഏറ്റവും താഴത്തെ ലെയർ എടുക്കുക. ഏതാണ് ഏറ്റവും താഴത്തെ ലെയർ? ട്രോപ്പോസ്ഫിയർ ആണ്. സോ ആദ്യം തന്നെ നമുക്ക് അതിൽ നിന്ന് തന്നെ ആൻസർ കിട്ടി. ചിലപ്പോൾ വേണമെങ്കിൽ അവർക്ക് 2 ട്രോപ്പോസ്ഫിയർ കൊടുത്തിട്ട് മാറ്റി രണ്ടാമത് കൊടുക്കാമായിരുന്നു. അപ്പൊ നമുക്ക് തെറ്റിപ്പോകാനുള്ള സാധ്യത എന്തായിരുന്നു? കൂടുതലായിരുന്നു അല്ലേ? പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ കറക്റ്റ് ട്രോപ്പോസ്ഫിയർ ആദ്യം ഒരെണ്ണം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. സോ നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ കിട്ടി അല്ലേ? ഇതാണ് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ട്രോപ്പോസ്ഫിയർ, അതിന് മുകളിൽ സ്ട്രാറ്റോസ്ഫിയർ, അതിനു മുകളിൽ മീസോസ്ഫിയർ, അതിനു മുകളിൽ തെർമോസ്ഫിയർ, അതിനു മുകളിൽ എക്സോസ്ഫിയർ. മനസ്സിലായോ? ക്ലിയർ ആണോ? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. ഓക്കെ, ഇനി അങ്ങനെയെങ്കിൽ ഇതാണ് നമ്മുടെ ആ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്, നമ്മുടെ അന്തരീക്ഷം. നമ്മൾ ഇപ്പൊ ഇവിടെ നിൽക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് ഇവിടെയാണെങ്കിൽ അതിന് ചുറ്റിനും ഇത്രയുമുള്ള ഭാഗം എന്ന് പറയുന്നത് നമ്മൾ ട്രോപ്പോസ്ഫിയർ ആണ്. എത്രയാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. ഓക്കെ, ഇനി അതിന് തൊട്ടു മുകളിലുള്ള ഈ ഒരു ലെയറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നു? സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നു. ദെൻ അതിന് തൊട്ടു മുകളിലുള്ള ലെയറിനെയാണ് മീസോസ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്? മീസോസ്ഫിയർ എന്ന് പറയുന്നു. ആൻഡ് അടുത്തതാണ് എന്ത്? തെർമോസ്ഫിയർ. തെർമോസ്ഫിയർ എന്ന് പറയുന്നു. ആൻഡ് എക്സോസ്ഫിയർ ആണ് അവസാനത്തെ ഏറ്റവും ടോപ്പിലുള്ളതാണ് ഇത് എക്സോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പം ഈ 5 ലെയേഴ്സും കൃത്യമായിട്ട് മാറിപ്പോകാതെ പഠിച്ചു വെച്ചിരിക്കുക. മനസ്സിലായോ? ഒന്ന് പറഞ്ഞേ. ട്രോപ്പോസ്ഫിയർ ഉണ്ട്, സ്ട്രാറ്റോസ്ഫിയർ ഉണ്ട്, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. വൺസ് അഗൈൻ, ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഇവിടെ ട്രസ്റ്റ് എന്നൊക്കെ ഓർത്ത് വെച്ചിരുന്നാൽ മതി. TR, ട്രസ്റ്റ് മീ, ദ എക്സോ, അങ്ങനെയൊക്കെ ഓർത്ത് വെച്ചിരുന്നാൽ മതി. ട്രസ്റ്റ് മീ ദ എക്സോ എന്നോ അങ്ങനെ പല പല കോഡുകളുണ്ട്. നിങ്ങൾക്ക് ഏത് കോഡാണ് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നതെന്ന് വെച്ചാൽ അത് ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓർത്ത് വെച്ചിരുന്നാൽ നമുക്ക് ലെയേഴ്സിനെ കിട്ടും. ഓക്കെ, അപ്പോൾ ലെയേഴ്സിനെ പഠിച്ചു കഴിഞ്ഞു. ഏറ്റവും താഴെ ട്രോപ്പോസ്ഫിയർ ആണ്, അതിന് താഴെ മുകളിൽ സ്ട്രാറ്റോസ്ഫിയർ ആണ്, അതിന് മുകളിൽ മീസോസ്ഫിയർ ആണ്, ദെൻ തെർമോസ്ഫിയർ ആണ്, ദെൻ ഏറ്റവും ടോപ്പിൽ എക്സോസ്ഫിയർ ആണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ നമുക്ക് ഇനി അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ, സീക്വൻസ് ആയിട്ട് എഴുതാൻ പറഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് എഴുതി തന്നെ പോകും അല്ലേ? കറക്റ്റ് ആൻസർ നമുക്ക് കിട്ടും. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചാൽ നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് നോക്കാം. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏതെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ട്രോപ്പോസ്ഫിയർ ഉണ്ട്, അയനോസ്ഫിയർ ഉണ്ട്, സ്ട്രാറ്റോസ്ഫിയർ ഉണ്ട്, മീസോസ്ഫിയർ ഉണ്ട്. നോക്കിക്കേ, ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നു കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ എന്ന് പറയുന്നു. നമുക്ക് ശരിയാണോ എന്ന് കണ്ടുപിടിക്കണം കേട്ടോ. ട്രോപ്പോസ്ഫിയർ കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ. അയനോസ്ഫിയർ എന്താണ്? റേഡിയോ തരംഗങ്ങൾ എന്ന് പറയുന്നു. സ്ട്രാറ്റോസ്ഫിയർ എന്താണ്? അറോറ എന്ന് പറയുന്നു. മീസോസ്ഫിയർ എന്താണ്? ഓസോൺ പാളി എന്ന് പറയുന്നു. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിക്കേ. ഈ 4 എണ്ണത്തിൽ ശരിയായിട്ടുള്ള ജോഡി ഏതാണ് എന്നൊന്ന് നോക്കിയിട്ട് പറഞ്ഞേ. പെട്ടെന്നാവട്ടെ. ട്രോപ്പോസ്ഫിയർ കാലാവസ്ഥാ പ്രതിഭാസങ്ങളാണോ? അയനോസ്ഫിയർ റേഡിയോ തരംഗങ്ങളാണോ? സ്ട്രാറ്റോസ്ഫിയറിലാണോ അറോറ കാണപ്പെടുന്നത്? മീസോസ്ഫിയറിലാണോ ഓസോൺ പാളി കാണപ്പെടുന്നത്? ഓക്കെ, കിട്ടി കാണും. ആൻസറിലേക്ക് പോകുന്നതിന് മുമ്പ് ഇത് കൂടി നോക്കുക. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏതാണ്? അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്?
ഓരോ പാളികളും എടുത്ത് അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ പഠിക്കണം. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത്തരത്തിൽ ക്വസ്റ്റ്യൻസ് വന്നാലും ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തു വരിക. മിഷൻ യൂണിക്കോം ഇനി അങ്ങോട്ടേക്കുള്ള എല്ലാ സാറ്റർഡേസിലും നിങ്ങൾക്ക് യൂട്യൂബിൽ അപ്ലോഡ് ആകും. സോ നിങ്ങൾക്ക് ഈ ഒരു സീരീസ് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ മാത്രമേ ഇനിയും തുടർന്നും ഇതേപോലുള്ള സീരീസ് നമ്മൾ നിങ്ങൾക്ക് യൂട്യൂബിലൂടെ തരികയുള്ളൂ. ഇൻ കേസ് നിങ്ങൾക്ക് അത് ആവശ്യമില്ല, ഇതൊക്കെ നമുക്ക് അറിയാവുന്നതല്ലേ, ഇതിൻ്റെ അത് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും പറയാം, ഞങ്ങൾ വേറെ പഠിച്ചോളാം എന്നുള്ള രീതിയിൽ പറയാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് പഠിക്കാം കേട്ടോ. അപ്പോൾ എന്തൊക്കെയായാലും ഈ ഒരു സീരീസ് കൊണ്ട് നിങ്ങൾക്ക് യൂസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോയാലോ. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏതാണെന്ന് ചോദിച്ചാൽ ഒന്ന് പറഞ്ഞേ. മീസോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ, അയണോസ്ഫിയർ, ഒന്ന് പറഞ്ഞേ ഏതാണ് ആൻസർ പറയട്ടെ. റെഡിയാണോ? ഇതാണ് ആൻസർ. എന്താണ്? ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. പഠിക്കാം കേട്ടോ, നമുക്ക് ഇപ്പൊ തന്നെ ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് അങ്ങ് പഠിച്ചിട്ട് പോവാം. ലാസ്റ്റ് വരെ കണ്ടിരുന്നാൽ ഈ ടോപ്പിക്ക് നിങ്ങൾ സെറ്റ് ആവും കേട്ടോ. അപ്പൊ നോക്കിക്കേ, ഇവിടെ താഴെ ശരിയായ ജോഡി ഏതെന്നാണ് ചോദ്യം. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ള ജോഡി. അതായത് ട്രോപ്പോസ്ഫിയറിൽ കാലാവസ്ഥാ പ്രതിഭാസങ്ങളാണ്, അയണോസ്ഫിയറിൽ എന്താണ്, റേഡിയോ തരംഗങ്ങൾ കാണപ്പെടുന്നു. വെയിറ്റ്, നമുക്കത് പഠിക്കാം. ഓക്കെ, നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഓരോന്നായിട്ടും വ്യക്തമായിട്ട് പഠിക്കാം. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു അന്തരീക്ഷത്തെ ഓരോരോ പാളികളായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ആദ്യം താഴെ നിന്ന് തുടങ്ങാൻ പോവാണ് കേട്ടോ. നമ്മളിപ്പോ നിൽക്കുന്ന ഈ പോയിന്റിൽ നിന്ന് നമ്മൾ മുകളിലോട്ടൊന്ന് പോവാൻ പോവുകയാണ്. സോ നമ്മളിപ്പോ നിൽക്കുന്ന ഈ ഒരു അന്തരീക്ഷം കുറച്ച് മുകളിലോട്ട് നോക്കുന്ന ആ ഒരു കുറച്ച് പോയിന്റ് വരെ ഉള്ളത് എന്താണ്, അതിനെയാണ് നമ്മൾ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. നമ്മൾ ഭൂമിയോട് എന്താണ് ചേർന്ന്, ഭൂമിയെ നമുക്കറിയാം, ഭൂമിയെ എന്താണ് പൊതിഞ്ഞിരിക്കുന്ന ആ ഒരു വായുമണ്ഡലത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അന്തരീക്ഷം എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏതെന്ന് ചോദിച്ചാൽ ഇത് നമ്മുടെ ഭൂമിയാണെങ്കിൽ, ഓക്കെ, ഇത് നമ്മുടെ ഭൂമിയാണെങ്കിൽ ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഇതാണ്. ഈ ഒരു അന്തരീക്ഷ പാളി ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താ നമ്മൾ പറയാ, അതിനെയാണ് നമ്മൾ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ ചോദ്യം ഇങ്ങനെ ചോദിക്കും, ഭൂമിയുടെ ഉപരിതലത്തിന് അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ഭൂമിയുടെ ഉപരിതലത്തിന് അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി, ഇനി ഒരു സംശയവും വേണ്ട, അത് ട്രോപ്പോസ്ഫിയർ ആണ്. അതുപോലെ തന്നെ ജൈവമണ്ഡലം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി നമുക്കറിയാം, നമ്മളെ ഇവിടെയാണ് ജീവൻ നിലനിൽക്കുന്നത് അല്ലെ. നമ്മുടെ മനുഷ്യർ താമസിക്കുന്നത്, ജീവൻ നിലനിൽക്കുന്നതെല്ലാം ഭൂമിയോട് ചേർന്നിട്ടുള്ള ആ ഒരു പ്രദേശത്തല്ലേ. അപ്പോൾ അവിടെ മാത്രമാണ് ജീവൻ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ജൈവമണ്ഡലം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതെന്ന് ചോദിച്ചാൽ ഏതാ നമ്മൾ പറയാ, അതാണ് ട്രോപ്പോസ്ഫിയർ. മനസ്സിലായോ? ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. ഇനി മാനവരാശിയുടെ ഭവനം എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഈ ഒരു മണ്ഡലമാണ് മാനവരാശിയുടെ ഭവനം. ഓക്കെ, ഈ സെയിം ഈ ഒരു ഐഡിയയിൽ തന്നെയാണ് മാനവരാശിയുടെ ഭവനം എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ 3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഭൂമിയുടെ ഉപരിതലത്തോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ്, ജൈവമണ്ഡലം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ്, മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതെന്ന് ചോദിച്ചാലും ഉത്തരം നമ്മൾ പറയും ട്രോപ്പോസ്ഫിയർ ആണ്. ഇനി ഇതിന്റെ ഓൾമോസ്റ്റ് ശരാശരി ഉയരം എത്രയാണെന്ന് അറിയാമോ? ആവറേജ് ഹൈറ്റ് എന്ന് പറയുന്നത് 13 കിലോമീറ്റർ ആണ് കേട്ടോ. ശ്രദ്ധിച്ച് പഠിക്കണേ. നമ്മൾ നിൽക്കുന്നിടത്ത് നിന്നും ഒരു 13 കിലോമീറ്റർ വരെയാണ് എന്ത് നിൽക്കുന്നത്, നമ്മുടെ അന്തരീക്ഷ പാളിയായിട്ടുള്ള ട്രോപ്പോസ്ഫിയർ ഉള്ളത്. മനസ്സിലായോ? അപ്പോ ശരാശരി ഉയരമാണ്, മൊത്തത്തിലുള്ളതല്ല. ശരാശരി ഉയരം എന്ന് പറയുന്നത് എത്രയാണ്? അത് 13 കിലോമീറ്റർ ആണ്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമുക്കറിയാം, ഈ മഴ, കാറ്റ് അല്ലെ, മഞ്ഞ്, ഇതെല്ലാം നമുക്ക് ലഭിക്കുന്ന അന്തരീക്ഷ പാളി ഏതാണ്, അല്ലെങ്കിൽ അതെല്ലാം ഉള്ള അന്തരീക്ഷ പാളി ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം ട്രോപ്പോസ്ഫിയർ ആണ് അല്ലെ. കാറ്റ്, മഴ, മഞ്ഞ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ദൈനംദിന കാലാവസ്ഥ വ്യതിയാനങ്ങൾക്ക് അല്ലെങ്കിൽ കാലാവസ്ഥാ പ്രതിഭാസങ്ങൾക്ക് കാരണമായിട്ടുള്ള അന്തരീക്ഷ പാളി, ഓക്കെ, അല്ലെങ്കിൽ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി എന്നൊക്കെ ചോദിച്ചാൽ ഉത്തരം നമ്മൾ പറയും അത് ട്രോപ്പോസ്ഫിയർ ആണ്. മനസ്സിലായോ? അപ്പോ ദൈനംദിന കാലാവസ്ഥാ പ്രതിഭാസങ്ങൾക്ക് കാരണമായിട്ടുള്ള അന്തരീക്ഷ പാളി ഏതാണ്? അത് ട്രോപ്പോസ്ഫിയർ ആണ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ എന്ത് ചെയ്യാണ്, മുകളിലേക്ക് പോവുകയാണ്. ഓക്കെ, അതായത് നമ്മൾ നിൽക്കുന്ന ആ പോയിന്റിൽ നിന്നും
നമ്മളൊന്ന് ചാടി മുകളിലേക്ക് പോവുകയാണ്, ട്രോപ്പോസ്ഫിയറിന്റെ അങ്ങറ്റം വരെ പോവുകയാണെങ്കിൽ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാല് നമ്മൾ മുകളിലേക്ക് പോകും തോറും, നമുക്ക് ഇവിടെ ഇപ്പൊ നല്ല ചൂടുണ്ട്, ഓക്കെ, പക്ഷെ മുകളിലേക്ക് പോകും തോറും എന്ത് ചെയ്യും, അവിടെ താപം കുറഞ്ഞു വരും. ഓക്കെ, നമ്മൾ മുകളിലേക്ക് പോകും തോറും എന്ത് കുറയും, താപം കുറഞ്ഞു വരും. എവിടുത്തെ കാര്യമാണ് പറയുന്നത്, ട്രോപ്പോസ്ഫിയറിലെ കാര്യമാണ്. ഇതിപ്പം ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്ന ഒരു അന്തരീക്ഷ പാളിയാണെങ്കിൽ നമ്മളിതാ ഇവിടെ നിന്നും മുകളിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഹീറ്റ് എന്ത് സംഭവിക്കും, താപത്തിന് എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാല് അത് കുറഞ്ഞു വരും. മുകളിലേക്ക് പോകും തോറും താപം കുറയും. ഓക്കെ, അതായത് ഒരു 165 മീറ്റർ മുകളിലോട്ട് പോകും തോറും 1 ഡിഗ്രി സെൽഷ്യസ് വെച്ച് കുറയും എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഓരോ 165 മീറ്ററിനും 1 ഡിഗ്രി സെൽഷ്യസ് വെച്ച് കുറയും. അതിനെയാണ് നമ്മൾ നോർമൽ ലാപ്സ് റേറ്റ് എന്നൊക്കെ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അത് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോ എന്താണ്, മുകളിലേക്ക് പോകും തോറും, ട്രോപ്പോസ്ഫിയറിലേക്ക് മുകളിലേക്ക് പോകും തോറും എന്ത് കുറയുന്നു എന്നാണ് പറയുന്നത്, നമ്മുടെ ഹീറ്റ് കുറഞ്ഞു വരുന്നു. ഓക്കെ, അപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം എന്താണ്, കൊടൈക്കനാല്, ഊട്ടി, ഇതൊക്കെ എന്താണ്, സീ ലെവലിൽ നിന്നും കുറച്ച് ഹൈ ഓൾട്ടിറ്റ്യൂഡിലുള്ള പ്രദേശങ്ങളല്ലേ. സോ അങ്ങനത്തെ പ്രദേശങ്ങൾ എന്താണ്, തണുപ്പ് അനുഭവപ്പെടുന്നുണ്ടല്ലേ. കാരണം എന്താണ്, അവിടെ മുകളിലേക്ക് നമ്മൾ ഹൈറ്റിലോട്ട് പോകും തോറും അവിടെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും, താഴ്ന്ന് വന്നുകൊണ്ടിരിക്കും. സോ അതുകൊണ്ടാണ് മൂന്നാറിലും ഊട്ടിയിലും കൊടൈക്കനാലിലും ഒക്കെ നമുക്ക് എന്ത് അനുഭവപ്പെടുന്നത്, തണുപ്പ് അനുഭവപ്പെടുന്നത് കേട്ടോ. അപ്പൊ അത് ഈ ട്രോപ്പോസ്ഫിയറിക് ലെയറിന്റെ ഒരു പ്രത്യേകതയാണെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓരോ 165 മീറ്ററിലും 1 ഡിഗ്രി സെൽഷ്യസ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, താപം കുറയുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ താപം മാത്രമല്ല, നമ്മുടെ പ്രഷറിന്റെ കേസിൽ മുകളിലേക്ക് പോകും തോറും പ്രഷർ എന്ത് ചെയ്യുകയാണ്, കുറഞ്ഞു വരികയാണ് എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓരോ 10 മീറ്ററിനും എത്രയാണ്, 1 മില്ലി ബാർ പ്രഷർ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, താഴ്ന്ന് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ട്രോപ്പോസ്ഫിയറുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചു വെച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്സ് കേട്ടോ. അപ്പോൾ നമ്മളടുത്ത് ക്വസ്റ്റ്യനിൽ ചോദിച്ച കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് അല്ലെങ്കിൽ കാലാവസ്ഥാ പ്രതിഭാസങ്ങളൊക്കെ അനുഭവപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ ഉത്തരം പറയാ, അത് ട്രോപ്പോസ്ഫിയർ ആണ്. ട്രോപ്പോസ്ഫിയറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ടെമ്പറേച്ചറും ഓക്കെ മുകളിലോട്ട് പോകും തോറും താപം എന്ത് ചെയ്യുകയാണ്, കുറയുകയാണ്. അതുപോലെ തന്നെ മർദ്ദവും എന്ത് ചെയ്യുകയാണ്, പ്രഷറും എന്ത് ചെയ്യുകയാണ്, കുറയുകയാണെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ക്ലിയർ ആണോ? ഓരോ ലെയേഴ്സിലും ഇതേപോലെ ആയിരിക്കത്തില്ല സ്ഥിതി. ചിലതിനകത്ത് ഹീറ്റ് കൂടുതലായിരിക്കും, ചിലതിനകത്ത് പ്രഷർ കുറവായിരിക്കും. അപ്പൊ ഇവിടെ മനസ്സിലാക്കി വെച്ചിരിക്കുക, ഇവിടെ ട്രോപ്പോസ്ഫിയറിൽ നമ്മൾക്ക് മുകളിലോട്ട് പോകുമ്പോൾ പ്രഷറും ഹീറ്റും എന്ത് ചെയ്യും, താഴ്ന്ന് വരുമെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇത്രയും പോയിന്റ്സ് ക്ലിയർ ആണോ? ട്രോപ്പോസ്ഫിയറുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ ഇനി നിങ്ങൾ ആൻസർ ചെയ്യുമല്ലോ. ഓക്കെ ആണോ? അപ്പോൾ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത് ഭൂമിയുടെ ഉപരിതലത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന അന്തരീക്ഷ പാളിയാണ്, ജൈവമണ്ഡലമാണ്, മാനവരാശിയുടെ ഭവനം എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ശരാശരി ഉയരം എത്രയാണ്, 13 കിലോമീറ്റർ ആണ്. എന്താണ്, കാലാവസ്ഥാ പ്രതിഭാസങ്ങളൊക്കെ നടക്കുന്നത് ഈ ഒരു മണ്ഡലത്തിലാണ്. പിന്നെ ഇവിടെ ഉയരം കൂടുന്തോറും താപവും മർദ്ദവും എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ടെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, സോ നമ്മൾ ഇനി അടുത്തതായിട്ട് സ്ട്രാറ്റോസ്ഫിയറിലേക്ക് പോവുകയാണ്. സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുമ്പോൾ എന്താണ്, ട്രോപ്പോപോസിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ആ ഒരു അന്തരീക്ഷ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. 50 കിലോമീറ്റർ വരെയാണ് അതിന്റെ ആ ഒരു ഹൈറ്റ് വരുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് മേഘങ്ങളില്ല, തെളിഞ്ഞ അന്തരീക്ഷമാണ്. വായു അറകളുടെ അസാന്നിധ്യവും ഇവിടുത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രത്യേകതയാണ്. മാത്രമല്ല ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഓസോൺ പാളി കണ്ടോ, ഓസോൺ പാളി കാണപ്പെടുന്നത് ഏത് അന്തരീക്ഷ പാളിയിലാണ്, ഏത് അറ്റ്മോസ്ഫിയറിക് ലെയറിലാണ്, അത് സ്ട്രാറ്റോസ്ഫിയറിലാണെന്ന് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. ഓസോൺ പാളി കാണപ്പെടുന്നത് എവിടെയാണ്, സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഒന്നും കൂടെ, ഓസോൺ പാളി കാണപ്പെടുന്നത് എവിടെയാണ്, അത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. മറന്നു പോകല്ലേ കേട്ടോ. ഇനി താഴ്ന്ന വിതാനങ്ങള് താപനിലയിൽ വലിയ മാറ്റമൊന്നുമില്ല. നമ്മൾ പറഞ്ഞു എന്താണ്, ഇവിടെ സ്ട്രാറ്റോസ്ഫിയർ തുടങ്ങി. ഓക്കെ, ഇത് ട്രോപ്പോപോസ് ആണ്. അവിടെ നിന്നും നമ്മൾ സ്ട്രാറ്റോസ്ഫിയർ തുടങ്ങുമ്പോൾ ഈ താഴ്ന്ന പ്രദേശങ്ങളിലൊന്നും വലിയ ചേഞ്ചസ് ഒന്നും ഇല്ല. ഓക്കെ, അവിടെ താപമൊക്കെ ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അതിനെ ഈ ഒരു ഏരിയ നമ്മൾ എന്തെന്ന് പറയുന്നു, സമതാപ മേഖല എന്നാണ് പറയുന്നത്. എന്താണ്, സമതാപ മേഖല, ഐസോതെർമൽ റീജിയൻ ആണ് ഏത്, ഈ ഒരു പ്രദേശം. സ്ട്രാറ്റോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗം, ഇത് സ്ട്രാറ്റോസ്ഫിയർ ഇവിടം വരെ ഉണ്ടെങ്കിൽ സ്ട്രാറ്റോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗത്ത് എന്താണ്, സമതാപമാണ്. താപത്തിൽ വലിയ വ്യതിയാനങ്ങളൊന്നും ഇല്ല. ഓക്കെ, അതുകൊണ്ട് അതിനെ എന്തെന്ന് വിളിക്കുന്നു, സമതാപ മേഖല. ഒന്ന് പറഞ്ഞേ, സമതാപ മേഖല എന്ന് വിളിക്കുന്നു. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം,
ഉയരം കൂടുമ്പോൾ ഊഷ്മാവും കൂടുന്നു. കണ്ടോ, ട്രോപ്പോസ്ഫിയറിലെ പോലെയല്ല, ഇവിടെ മുകളിലോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഊഷ്മാവും കൂടി കൂടി വരികയാണ്. അപ്പൊ സ്ട്രാറ്റോസ്ഫിയറിൽ ചെന്ന് മുകളിലോട്ട് പോയാൽ നമുക്ക് തണുപ്പ് വലിയ രീതിയിൽ കിട്ടത്തില്ല. സ്ട്രാറ്റോസ്ഫിയറിൽ നിന്നും നമ്മൾ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും? ഭയങ്കര ചൂടായിരിക്കും കേട്ടോ. ട്രോപ്പോസ്ഫിയറിൽ നിന്ന് നമുക്ക് മുകളിലോട്ട് പോയാൽ നല്ല തണുപ്പായിരിക്കും. പക്ഷെ സ്ട്രാറ്റോസ്ഫിയറിൽ ചെന്നിട്ട് നമ്മൾ മുകളിലോട്ട് പോയാണെങ്കിൽ സ്ട്രാറ്റോസ്ഫിയറിന്റെ താഴെയൊക്കെ നോർമൽ ടെമ്പറേച്ചർ ഒക്കെ ആയിരിക്കും, സമതാപ മേഖലയാണ്. പക്ഷെ അവിടെ നിന്ന് നമ്മൾ മുകളിലോട്ട് പോകാൻ ശ്രമിച്ചാൽ ചൂട് എന്ത് ചെയ്യും? ഊഷ്മാവ് കൂടി 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 വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു സ്ട്രാറ്റോസ്ഫിയറിൽ എന്ത് കാണപ്പെടുന്നില്ല എന്ന് പറഞ്ഞു? മേഘങ്ങൾ കാണപ്പെടുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ സ്ട്രാറ്റോസ്ഫിയറിൽ മാത്രം കാണപ്പെടുന്ന ഒരു തരത്തിലുള്ള ഒരു മേഘമുണ്ട്. സ്ട്രാറ്റോസ്ഫിയറിക് മേഘങ്ങൾ അല്ലെങ്കിൽ സ്ട്രാറ്റോസ്ഫിയറിക് ക്ലൗഡ്സ് എന്നാണ് അതിനെ പറയുന്നത്. അതിനൊരു പേരുണ്ട്, അതാണ് നാക്രിയസ് മേഘങ്ങൾ. എന്താണ്? നാക്രിയസ് മേഘങ്ങൾ. അപ്പൊ നാക്രിയസ് മേഘങ്ങൾ കാണപ്പെടുന്നത് ഏത് അന്തരീക്ഷ പാളിയിലാണെന്ന് ചോദിച്ചാൽ ഉത്തരം സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഈ നാക്രിയസ് മേഘങ്ങളുടെ മറ്റൊരു പേരാണ് എന്ത്? ഈ പോളാർ സ്ട്രാറ്റോസ്ഫിയറിക് ക്ലൗഡ്സ് അഥവാ സ്ട്രാറ്റോസ്ഫിയറിക് ക്ലൗഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. രണ്ട് സെയിം ആണ്. നാക്രിയസ് മേഘങ്ങൾ കേട്ടോ. അപ്പൊ നാക്രിയസ് മേഘങ്ങൾ എവിടാണ് കാണപ്പെടുന്നതെന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം പറയേണ്ടത്? സ്ട്രാറ്റോസ്ഫിയർ ആണ്. സ്ട്രാറ്റോസ്ഫിയറിൽ യഥാർത്ഥത്തിൽ സാധാരണ മേഘങ്ങളൊന്നുമില്ല, പക്ഷെ അവിടെ കാണപ്പെടുന്ന ഒരു പ്രത്യേകതരം മേഘങ്ങളാണ് നാക്രിയസ് മേഘങ്ങൾ. നാക്രിയസ് മേഘങ്ങൾ അഥവാ അവിടെ കാണപ്പെടുന്ന മേഘം ആയതുകൊണ്ട് അതിനെ സ്ട്രാറ്റോസ്ഫിയറിക് ക്ലൗഡ്സ് അഥവാ പോളാർ സ്ട്രാറ്റോസ്ഫിയറിക് ക്ലൗഡ്സ് എന്നാണ് പറയുന്നത്. മനസ്സിലായോടാ? ക്ലിയർ ആണോ? അപ്പോ സ്ട്രാറ്റോസ്ഫിയർ ക്ലിയർ ആയെന്ന് കരുതുന്നു. സ്ട്രാറ്റോസ്ഫിയറിന്റെ കാര്യം ഓക്കെ ആണോ? അപ്പോൾ സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ട്രോപ്പോപോസിന് മുകളിലാണ്. ഓക്കെ, 50 കിലോമീറ്റർ വരെ ഹൈറ്റ് ഉണ്ട്. പിന്നെന്താണ്? തെളിഞ്ഞ അന്തരീക്ഷമാണ്, മേഘങ്ങളില്ല, വായു അറകളുടെ അസാന്നിധ്യമുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ച പോയിന്റ് ഏതാണ്? ഓസോൺ പാളി കാണപ്പെടുന്നത് എവിടെയാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ്. പിന്നെ നമ്മൾ പറഞ്ഞു അതിന്റെ താഴ്ന്ന വിതാനങ്ങളിലൊക്കെ ടെമ്പറേച്ചർ ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആണ്. സോ അതുകൊണ്ടാണ് അതിനെ സമതാപ മേഖല എന്ന് പറയുന്നത്. പക്ഷെ മുകളിലേക്ക് പോകും തോറും ഊഷ്മാവ് എന്ത് ചെയ്യുന്നു? കൂടി വരുന്നു എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇനി ഇവിടെ മാത്രം കാണപ്പെടുന്ന ഒരു പ്രത്യേകതരം മേഘങ്ങളുണ്ട്. ഏതാണ്? അതിനെയാണ് നാക്രിയസ് മേഘങ്ങൾ എന്ന് പറയുന്നത്. അതിന് മറ്റൊരു പേര് സ്ട്രാറ്റോസ്ഫിയറിക് ക്ലൗഡ്സ് അഥവാ പോളാർ സ്ട്രാറ്റോസ്ഫിയറിക് ക്ലൗഡ്സ് എന്നാണ്. ഓക്കെ, ക്ലിയർ ആണോടാ? മനസ്സിലായോ? ഓക്കെ ആണോ? അങ്ങനെയെങ്കിൽ നമ്മൾ അടുത്ത ലെയറിലേക്ക് പോവുകയാണ്. അപ്പൊ നമ്മൾ എവിടെ നിന്ന് സഞ്ചരിച്ചതാണ്? നമ്മൾ ഇതാ ഇവിടെ ഭൂമിയാണ്. ഓക്കെ, ഭൂമിയുടെ ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? യാത്ര തുടങ്ങി. ആദ്യത്തെ ലെയർ കടന്നു, അവിടെ ട്രോപ്പോസ്ഫിയർ ആണ്. ട്രോപ്പോസ്ഫിയർ കഴിഞ്ഞതാ ഇവിടെ എത്തിയ സമയത്ത് നമുക്കൊരു ചെറിയൊരു ട്രാൻസിഷൻ ഫീൽ ചെയ്തു. അപ്പോൾ മനസ്സിലായി സ്ട്രാറ്റോസ്ഫിയർ എത്തിയിട്ടുണ്ടെന്ന്. സോ ഈ പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ട്രോപ്പോപോസ് എന്ന് പറഞ്ഞത്. ട്രോപ്പോപോസ് എന്ന് പറഞ്ഞത് അല്ലേ? അങ്ങനെയെങ്കിൽ നീ സ്ട്രാറ്റോസ്ഫിയറിൽ നിന്ന് നമ്മൾ വീണ്ടും എന്ത് ചെയ്യുകയാണ്? മുകളിലേക്ക് പോവുകയാണ്. മുകളിലേക്ക് പോകും തോറും നമ്മൾ എവിടെ എത്തുന്നു? മീസോസ്ഫിയറിൽ എത്തുന്നു. മീസോസ്ഫിയർ. ഓക്കെ, മീസോസ്ഫിയറിൽ എത്തുകയാണ്. ഓക്കെ, മീസോസ്ഫിയറിൽ എത്തുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക. ഇവിടെ സ്ട്രാറ്റോസ്ഫിയറിൽ നിന്നും മീസോസ്ഫിയറിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് ബോർഡർ പോയിന്റ് എത്തുമ്പോഴത്തേക്കും നമുക്ക് എന്തോ ഒരു വ്യത്യാസം, എന്തോ ഒരു ഷേക്ക് ഫീൽ ചെയ്തു. സോ അവിടെ നമുക്ക് മനസ്സിലായി അതിനൊരു പോയിന്റ് ഉണ്ട്, അതിനൊരു പേരുണ്ട്. എന്താണ്? സ്ട്രാറ്റോപോസ് എന്നാണ്. എന്താണ്? സ്ട്രാറ്റോപോസ്. എന്താണ്? സ്ട്രാറ്റോപോസ്. ഓക്കെ, അപ്പൊ ഓർത്ത് വെച്ചിരിക്കുക. എന്താണ്? മീസോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖ എന്ന് ചോദിച്ചാൽ അത് സ്ട്രാറ്റോപോസ് ആണ്. ഓക്കെ, എപ്പോഴും താഴെയുള്ളതിന്റെ പേര് ചേർത്ത് പറയാൻ ശ്രമിക്കണം കേട്ടോ. ഇപ്പം ട്രോപ്പോസ്ഫിയറും സ്ട്രാറ്റോസ്ഫിയർ എന്ന് ചോദിച്ചാൽ അപ്പൊ നമ്മുടെ മനസ്സിൽ വരണം ട്രോപ്പോസ്ഫിയർ ആണ് താഴെയുള്ളത്. സോ ആൻസർ എന്തായിരിക്കും? ട്രോപ്പോപോസ് ആയിരിക്കും. ഇനി സ്ട്രാറ്റോസ്ഫിയറും മീസോസ്ഫിയറും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരണം സ്ട്രാറ്റോസ്ഫിയർ കഴിഞ്ഞിട്ടാണ് മീസോസ്ഫിയർ വരുന്നത്. അപ്പോൾ സ്ട്രാറ്റോപോസ് ആണ് ഇതിനിടയ്ക്കുള്ള അതിർത്തി രേഖ എന്ന് പറയുന്നത്. അതിനുശേഷം മീസോസ്ഫിയറും തെർമോസ്ഫിയറും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം ചോദിക്കും, അതിന്റെ അതിർത്തി രേഖ ചോദിക്കും. അപ്പോൾ ഓർത്ത് വെച്ചിരിക്കുക മീസോസ്ഫിയർ ആണ് താഴെ വരുന്നത്. സോ മീസോപോസ് ആയിരിക്കും അവിടെ വരുന്നത് കേട്ടോ. അങ്ങനെ ഓർത്ത് വെച്ചിരുന്നാൽ മതി, അല്ലെങ്കിൽ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയി പോകും കേട്ടോ. അപ്പോൾ ഇവരെ തമ്മിൽ വേർതിരിക്കുന്ന ആ സംക്രമണ മേഖലയാണ് നമ്മൾ സ്ട്രാറ്റോപോസ് എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നു? സ്ട്രാറ്റോപോസ് എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ മീസോസ്ഫിയറിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ പറഞ്ഞു സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത് നല്ല തെളിഞ്ഞ അന്തരീക്ഷമായിരുന്നു, മുകളിലേക്ക് പോകുമ്പോൾ ചൂട് കൂടി കൂടി വന്നു എന്നൊക്കെ പറഞ്ഞു അല്ലേ? പക്ഷേ ഇവിടെ മീസോസ്ഫിയറിന് എന്തുണ്ട്? ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല്
ഏറ്റവും കുറഞ്ഞ ഊഷ്മാവ് അനുഭവപ്പെടുന്ന അനുഭവപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതെന്ന് ചോദിച്ചാൽ അത് മീസോസ്ഫിയർ ആണ് കേട്ടോ. ഏറ്റവും കുറഞ്ഞ ഊഷ്മാവ് ഓൾമോസ്റ്റ് -100°C വരെയാണ് ഇവിടുത്തെ ആ ഒരു ടെമ്പറേച്ചറിന്റെ ആ ഒരു റേഞ്ച് എന്ന് പറയുന്നത് കേട്ടോ. ഏറ്റവും കുറഞ്ഞ ഏറ്റവും നമ്മൾ ഇതുവരെ പഠിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും കുറഞ്ഞ താപനില, അതായത് നമ്മൾ അവിടെ പോയി ഐസ് കട്ടയായി പോകും. മീസോസ്ഫിയറിൽ പോയാൽ നമ്മൾ എന്തായി പോകും? ഐസ് കട്ടയായി പോകുന്ന ഓർത്ത് വെച്ചിരിക്കുക. അപ്പൊ -100°C ആണ്. ഇനി ഇവിടെയാണ് ഉൽക്കാവർഷ പ്രദേശം എന്നാണ് അറിയപ്പെടുന്നത്. ഉൽക്കകളൊക്കെ വന്ന് പതിക്കുന്നതൊക്കെ എവിടെയാണ്? മീസോസ്ഫിയറിലാണ്. ഉൽക്കാവർഷ പ്രദേശം എന്നാണ് അറിയപ്പെടുന്നത്. ഉയരം കൂടുന്തോറും എന്ത് ചെയ്യുന്നു? ഊഷ്മാവ് കുറയുന്നു. അതാണ് നമ്മൾ പറഞ്ഞത്. മുകളിലോട്ട് പോകുന്തോറും ഇവിടെ മീസോസ്ഫിയറിൽ എത്തി നമ്മൾ വീണ്ടും മുകളിലോട്ട് പോകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യാണ്? വീണ്ടും ഊഷ്മാവ് കുറഞ്ഞു വരികയാണ്. ഇവിടെ കാണപ്പെടുന്ന മേഘങ്ങളെയാണ് നമ്മൾ നൊക്ടില്യൂസെന്റ് മേഘങ്ങൾ. മറ്റേത് നാക്രിയസ് ആയിരുന്നു, മാറിപ്പോവല്ലേ. നാക്രിയസ് കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. നൊക്ടില്യൂസെന്റ് മേഘങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ്? മീസോസ്ഫിയറിലാണ്. നൊക്ടില്യൂസെന്റ് മേഘങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ്? അത് മീസോസ്ഫിയറിലാണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്നത് മീസോസ്ഫിയർ ആണ്. അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്നത് അല്ലെങ്കിൽ ഊഷ്മാവ് അനുഭവപ്പെടുന്നത് മീസോസ്ഫിയറിലാണ്. ഉയരം കൂടുന്തോറും ഊഷ്മാവ് കുറയുന്നു. എവിടെ? മീസോസ്ഫിയറിൽ. നൊക്ടില്യൂസെന്റ് മേഘങ്ങൾ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ചോദിച്ചാൽ നമ്മൾ പറയും മീസോസ്ഫിയർ ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ മീസോസ്ഫിയറിനെയും മീസോസ്ഫിയറിൽ നിന്ന് നമ്മൾ മുകളിലോട്ട് പോകുമ്പോൾ അവിടെ അടുത്ത ലെയർ ആണ് തെർമോസ്ഫിയർ. തെർമോസ്ഫിയറിനെയും മീസോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഈ ഒരു അതിർത്തി രേഖ അല്ലെങ്കിൽ ട്രാൻസിഷൻ സോൺ അഥവാ സംക്രമണ മേഖല അറിയപ്പെടുന്ന പേരെന്താണ്? അത് മീസോപോസ് എന്നാണ്. എന്താണ്? മീസോപോസ് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. മീസോപോസ്. ഓക്കെ, അപ്പൊ മീസോസ്ഫിയർ നമുക്ക് കിട്ടി. ഉൽക്കാവർഷ പ്രദേശമാണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കുറഞ്ഞ ഊഷ്മാവൊക്കെ കാണപ്പെടുന്ന സ്ഥലമാണ്. അങ്ങനെ നമ്മൾ എങ്ങോട്ടേക്ക് ചെന്നു? തെർമോസ്ഫിയറിലേക്ക് ചെന്നു. നമ്മൾ മീസോസ്ഫിയറിൽ നല്ല തണുത്ത് വിറച്ച് ഐസ് കട്ടയായിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു അല്ലേ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ചൂടടിക്കാൻ തുടങ്ങുമ്പോഴേ നമുക്ക് മനസ്സിലാകുന്നു നമ്മൾ എവിടെ എത്തി. നമ്മൾ തെർമോസ്ഫിയറിലേക്ക് കയറാൻ പോവുകയാണ് കേട്ടോ. അപ്പൊ നോക്കിക്കേ, തെർമോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഏറ്റവും താപനില കൂടിയ അന്തരീക്ഷ പാളിയാണ്. ആ പേരിനകത്ത് തന്നെ ഉണ്ടല്ലേ തെർമോ അല്ലെ. അപ്പോ ഏറ്റവും താപനില കൂടിയ അന്തരീക്ഷ പാളി ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം നമ്മൾ എന്താ പറയേണ്ടത്? അത് തെർമോസ്ഫിയർ ആണ്. മീസോസ്ഫിയറിന് മുകളിൽ ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? തെർമോസ്ഫിയർ സ്ഥിതി ചെയ്യുന്നത്. ഉയരം കൂടുന്തോറും എന്ത് സംഭവിക്കുന്നു? താപനിലയും കൂടി വരുന്നു. അപ്പോ നമ്മള് ട്രോപ്പോസ്ഫിയറിൽ നിന്ന് മുകളിലോട്ട് പോയപ്പോൾ തണുത്തു, സ്ട്രാറ്റോസ്ഫിയറിൽ നിന്ന് മുകളിലോട്ട് പോയപ്പോൾ ചൂടടിച്ചു, മീസോസ്ഫിയറിൽ നിന്നും മുകളിലോട്ട് പോയപ്പോൾ നമ്മൾ തണുത്ത് വിറച്ച് ഐസ് കട്ടയായി, പിന്നെ തെർമോസ്ഫിയറിൽ നിന്ന് നമ്മൾ മുകളിലോട്ട് വരുമ്പോൾ ചൂട് കൂടി വരുന്നു അല്ലേ. ആ വ്യത്യാസം നോക്കിക്കേ, അടുത്തടുത്തുള്ള അന്തരീക്ഷ പാളികൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടോ. അപ്പോൾ ഉയരം കൂടുന്തോറും താപനില കൂടി വരുന്ന ആ ഒരു പ്രദേശം തെർമോസ്ഫിയർ ആണ്. താഴ്ന്ന ഭാഗത്തെ അയണോസ്ഫിയർ എന്നാണ് വിളിക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, തെർമോസ്ഫിയർ ഇതിപ്പം തെർമോസ്ഫിയർ ലെയർ ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ തെർമോസ്ഫിയറിന്റെ ഈ താഴത്തെ പ്രദേശം ഉണ്ടല്ലോ, ഈ പ്രദേശത്തെ എന്ത് പേരിലാണ് വിളിക്കുന്നതെന്ന് അറിയാമോ? അയണോസ്ഫിയർ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. ഓക്കെ, അയണോസ്ഫിയർ എന്നാണ് വിളിക്കുന്നത്. താഴ്ന്ന ഭാഗത്തെ എന്തെന്ന് വിളിക്കുന്നു? അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പൊ അയണോസ്ഫിയർ എന്ന് പറയുമ്പോൾ ചാർജ് പാർട്ടിക്കിൾസ് ഒക്കെ അവിടെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ അയണോസ്ഫിയറിൽ റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണമൊക്കെ സാധ്യമാക്കുന്നത് ഈ ഒരു റേഞ്ചിലാണ്, ഈ ഒരു റീജിയനിലാണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന പാളിയും ഏതാണ്? തെർമോസ്ഫിയർ ആണ് കേട്ടോ. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് തെർമോസ്ഫിയറിലാണ്. അതുപോലെ അറോറ കാഴ്ചകൾ, അറോറ കാഴ്ചകൾ ഉണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതാണ് അറോറ കാഴ്ചകൾ എന്ന് പറയുന്നത് കേട്ടോ. അത് നമ്മുടെ സൺലൈറ്റ്, നമ്മുടെ സൂര്യപ്രകാശം നമ്മുടെ അന്തരീക്ഷത്തിലുള്ള വാതകങ്ങളുമായിട്ട് കൂട്ടിയിടിച്ച് ഉണ്ടാകുന്ന ഒരു പ്രകാശ പ്രതിഭാസത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അറോറ എന്ന് പറയുന്നത്. അപ്പൊ അറോറ കാഴ്ചകൾ കാണപ്പെടുന്ന ആ അന്തരീക്ഷ പാളി ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? അത് തെർമോസ്ഫിയർ ആണ് കേട്ടോ. അറോറ കാഴ്ചകൾ കാണപ്പെടുന്നത് എവിടെയാണ്? അറോറ കാഴ്ചകളുടെ ഉറവിടം എവിടെയാണ്? ഉറവിടം തുടങ്ങുന്ന എവിടെ നിന്നാണ്? അത് തെർമോസ്ഫിയറിലാണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, ഇനി
ലാസ്റ്റ് നമ്മൾ പോകുന്നത് എക്സോസ്ഫിയറിലേക്കാണ്. എക്സോസ്ഫിയർ എന്ന് പറയുമ്പോൾ തെർമോസ്ഫിയറിന് മുകളിലാണെന്ന് നമുക്കറിയാം. വാതക കൈമാറ്റം നടക്കുന്ന പാളിയാണ് കേട്ടോ. വാതക കൈമാറ്റം നടക്കുന്ന പാളിയാണ്. വായു തന്മാത്രകളുടെ സാന്നിധ്യം ക്രമേണ കുറഞ്ഞ് ബഹിരാകാശത്തിന്റെ ഭാഗമായി മാറുന്നു. ഇത് കഴിഞ്ഞാൽ അപ്പുറത്ത് എന്താണ്? അന്തരീക്ഷത്തിന് അപ്പുറത്ത് ബഹിരാകാശമാണ്. സോ ആ പോയിന്റിൽ ചെന്ന് നിൽക്കുന്നത് എവിടാണ്? എക്സോസ്ഫിയർ ആണെന്ന് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. അപ്പോ വായു തന്മാത്രകളുടെ സാന്നിധ്യം ക്രമേണ കുറഞ്ഞ് ബഹിരാകാശത്തിന്റെ ഭാഗമായിട്ട് മാറുന്നു. അന്തരീക്ഷത്തിന്റെ ബഹിരാകാശത്തിന്റെയും അതിർവരമ്പായി നിശ്ചയിച്ചിരിക്കുന്ന രേഖ. ഓക്കെ, ഇതാ ശ്രദ്ധിച്ചിരുന്നോളൂ. ഇത് നമ്മുടെ അന്തരീക്ഷം. ഓക്കെ, ഇവിടെ ഇങ്ങനെ ഓരോരോ പാളികൾ ഉണ്ടായിരുന്നു. അതാണ് നമ്മളിപ്പോ പഠിച്ചത്. ഇത് നമ്മുടെ ഭൂമി. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞു. നമ്മൾ എന്ത് ചെയ്യാണ്? അന്തരീക്ഷം കഴിഞ്ഞ് നമ്മൾ എന്തിലേക്ക് കയറുകയാണ്? ബഹിരാകാശം, സ്പേസ് കേട്ടോ. ബഹിരാകാശത്തിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അന്തരീക്ഷത്തിനെയും ബഹിരാകാശത്തിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു രേഖയുണ്ട്. ആ രേഖയുടെ പേരെന്താണ്? കാർമൻ രേഖ എന്നാണ്. എന്താണ്? അന്തരീക്ഷത്തെയും ബഹിരാകാശത്തെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർവരമ്പ് അല്ലെങ്കിൽ അതിർവരമ്പായിട്ട് നിശ്ചയിച്ചിരിക്കുന്ന രേഖയുടെ പേര് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും അതെന്താണ്? കാർമൻ രേഖയാണ് എന്ന് പറഞ്ഞേ. കാർമൻ രേഖയാണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അറ്റ്മോസ്ഫിയർ എന്നുള്ള ആ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലാസ്റ്റ് ടൈം റിവിഷനിലേക്ക് ചെല്ലുമ്പോൾ ഇനി ഒന്നും പഠിച്ചിട്ട് ഇല്ലാത്ത ഒരാൾക്ക് പോലും ഈ മിഷൻ യൂണികോമിന്റെ സീരീസ് കണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അത് ഞാൻ തരുന്ന ഉറപ്പാണ്. അത് നമ്മളൊരു ടോപ്പിക്ക് എടുക്കുമ്പോൾ തന്നെ അതിനകത്ത് വേണ്ടുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോയിന്റ്സും കൂടെ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ക്ലാസ്സുകൾ, മിഷൻ യൂണികോമിന്റെ ക്ലാസ്സുകൾ കൃത്യമായിട്ട് ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഈ ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നാലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ തുടർന്നും ഇത് കാണുക, എല്ലാ സീരീസും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. സോ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം, ക്ലാസ്സിന് വേണോ, നിങ്ങൾക്ക് ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തു തരേണ്ട ടോപ്പിക് ഏതാണ്, എല്ലാം നിങ്ങൾക്ക് ഇനി ഏതൊക്കെ സബ്ജക്റ്റ് ഉണ്ടോ, ഏതൊക്കെ ടോപ്പിക്കുകളുണ്ടോ നിങ്ങളത് റിക്വസ്റ്റ് ചെയ്യുക. നിങ്ങൾ ആ ഒരു കമൻറ്റിൽ പറയുക, ഈ ഒരു ടോപ്പിക് എടുത്ത് തരാമോ എന്ന് ചോദിക്കുക. നമ്മൾ അതിനനുസരിച്ച് നിങ്ങളുടെ ആവശ്യകത അനുസരിച്ച് ആ ടോപ്പിക്കുകൾ നമ്മൾ മിഷൻ യൂണികോമിന്റെ സീരീസിനകത്ത് ഉൾപ്പെടുത്തും. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് നല്ലപോലെ പഠിക്കുക, നല്ല ഒരു റിസൾട്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സീരീസും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. നിങ്ങൾ നല്ലതുപോലെ പഠിച്ച് നല്ലൊരു റിസൾട്ട് നേടിയെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളെയൊക്കെ ഓർക്കുമല്ലോ, എന്തെങ്കിലും ആ ക്ലാസ് ഒക്കെ ഉപകാരപ്പെട്ടു എന്നൊന്ന് വന്ന് കമന്റ് ചെയ്യുമല്ലോ. സോ അതൊക്കെ തന്നെയാണ് നമ്മളുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. സോ അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്.